തൃപ്പൂണിത്തുറയിൽ പാസ്റ്റർമാർ സംഘടിപ്പിച്ച പരിപാടിയിൽ പാകിസ്ഥാൻ പതാകയും ഉപയോഗിച്ചു. ഉദയംപേരൂർ ജീസസ് ജനറേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിലാണ് പാകിസ്ഥാൻ പതാക ഉപയോഗിച്ചത്. 40 ദിവസം നീണ്ട എഫദ 2025 എന്ന പരിപാടിയിലാണ് പാകിസ്ഥാൻ പതാകയും ഉൾപ്പെടുത്തിയത്. BJP എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീകുട്ടന്റെ പരാതിയിൽ ഉദയംപേരൂർ പോലീസ് കേസെടുത്തു. മതസ്പർദ്ധയ്ക്കും കലാപാഹ്വാനത്തിനും കേസ്. പാകിസ്ഥാൻ പതാക പൊതുസ്ഥലത്ത് പരസ്യമായി പ്രദർശിപ്പിച്ച് ആരാധന നടത്തിയെന്ന് FIR. വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേർന്നു. നിഷ, ഈ പാസ്റ്റർമാരുടെ പരിപാടിയിൽ പാകിസ്ഥാൻ പതാക ഗുരുതരമായ തെറ്റാണ്. FIR-ൽ പറയുന്നത് പാകിസ്ഥാന്റെ പതാക പൊതുസ്ഥലത്ത് പരസ്യമായി പ്രദർശിപ്പിച്ച് ആരാധന നടത്തി എന്നാണ്. എന്താണുണ്ടായത്? പാകിസ്ഥാന്റെ പതാകയും ഉൾപ്പെടുത്തിയത് പാസ്റ്റർമാർ സംഘടിപ്പിച്ച ഒരു പരിപാടിയായിരുന്നു. ഇത് 40 ദിവസം നീണ്ടുനിന്ന എഫദ 2025 എന്ന പരിപാടിയായിരുന്നു. ഈ പരിപാടിക്ക് ശേഷം മറ്റൊരു പരിപാടി ഓഡിറ്റോറിയത്തിൽ നടന്നു. ആ സമയം അവിടെ എത്തിയവരാണ് ഭാരതത്തിന്റെയും മറ്റു രാജ്യങ്ങളുടെയും പതാകയ്ക്കൊപ്പം പാകിസ്ഥാന്റെ പതാകയും സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിന്റെ സംഘാടകർക്കെതിരെയാണ് ഇപ്പോൾ BJPയുടെ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീകുട്ടൻ തുണ്ടത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇതിന്റെ സംഘാടകനും ഒപ്പം തന്നെ ഈ ഓഡിറ്റോറിയത്തിന്റെയൊക്കെ ഉടമയുമായ പാസ്റ്റർ ദീപു ജേക്കബിനെതിരെയാണ് ഉദയംപേരൂർ പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. സംഘാടകർ പറയുന്നതനുസരിച്ച് ഇത് എല്ലാ രാജ്യങ്ങളുടെയും സമാധാനത്തിനായി തങ്ങൾ നടത്തിയ ഒരു പരിപാടിയാണെന്നാണ്. ഇത് 40 ദിവസം നീണ്ടു നിന്നു. പക്ഷെ ആ സമയത്ത് ആരും പുറത്തറിഞ്ഞില്ല. പിന്നീട് മറ്റൊരു ചടങ്ങിന് ആളുകൾ അവിടെ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ 20ഓളം രാജ്യങ്ങളുടെ പതാക സൂക്ഷിച്ച കൂട്ടത്തിൽ പാകിസ്ഥാന്റെ പതാകയും കണ്ടെത്തിയത്. എന്തായാലും മതസ്പർദ്ധയ്ക്കും കലാപാഹ്വാനത്തിനുമാണ് ഉദയംപേരൂർ പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. പൊതുസ്ഥലത്ത് പരസ്യമായി പാകിസ്ഥാന്റെ പതാക പ്രദർശിപ്പിച്ച് ആരാധന നടത്തി എന്നാണ് FIR-ൽ പറയുന്നത്. ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ്. അതേസമയം രാജ്യങ്ങളുടെ സമാധാനത്തിനാണ് ഇത്തരത്തിൽ പ്രാർത്ഥന നടത്തിയത് എന്ന് പറയുമ്പോൾ പോലും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഭാരതത്തിന്റെ ശത്രു രാജ്യമായ പാകിസ്ഥാന്റെ പതാക ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയത് എന്നതിന് കൃത്യമായ മറുപടി നൽകാൻ സംഘാടകർക്ക് കഴിയുന്നില്ല. മാത്രമല്ല, ഈ പരിപാടിക്ക് ശേഷം ഭാരതത്തിന്റെ പതാക അടക്കം ശുചിമുറിക്ക് സമീപം കൂട്ടിയിട്ട നിലയിലുമായിരുന്നു. ഭാരത പതാകയോട് സംഘാടകർ അനാദരവ് കാട്ടിയതായും ശ്രീകുട്ടൻ നൽകിയ പരാതിയിലുണ്ട്. ഈ ഒരു സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് നിയമ നടപടികൾ സ്വീകരിക്കാനാണ് വിവിധ കോണുകളിൽ നിന്നും ആവശ്യമുയരുന്നത്. കൃഷ്ണരാജ്. നിഷ, ഈ പാകിസ്ഥാൻ ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണം നൽകിയ മലയാളി സംഘടനയുടെ വിഷയമൊക്കെ വലിയ വിവാദമായതാണ്. ഇവർക്ക് ഇനിയും നേരം വെളുത്തില്ലെന്നോ? അങ്ങനെ തന്നെയാണ്. ഷാഹിദ് അഫ്രീദിക്ക് സ്വീകരണം നൽകിയത്, അതും കുറ്റാറ്റിന്റെ അലൂമിനി അസോസിയേഷൻ ഇത്തരത്തിൽ ഭാരതത്തിനെതിരെ വിദ്വേഷപരമായ പരാമർശങ്ങൾ നടത്തുകയും മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ ഭാരതത്തെ അപമാനിക്കുകയും വരുന്ന ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിക്കെതിരെ ഉള്ള ആ ഒരു ആരോപണങ്ങൾ തന്നെ. അത്തരത്തിൽ ഷാഹിദ് അഫ്രീദിയെ ക്ഷണിച്ചത് കേരളത്തിൽ തന്നെ കുസാറ്റിന്റെ അലൂമിനി അസോസിയേഷനാണ്. ആ സംഘാടകർക്കെതിരെ പോലും വളരെ വലിയ വ്യാപകമായ രീതിയിൽ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. കുസാറ്റിലെ അലൂമിനി അസോസിയേഷൻ ഭാരതത്തിനെതിരെ വിദ്വേഷ പ്രചാരണം സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിയെ ക്ഷണിതമായി അവിടെ വരുത്തി ദുബായിലെ പാകിസ്ഥാൻ ഹാളിൽ ഒരു ചടങ്ങ് നടത്തിയിരുന്നു. ആ ചടങ്ങ് സംബന്ധിച്ചും വലിയ വിവാദങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ സംഘാടകർക്കെതിരെ കേസെടുക്കണം, UAPA പ്രകാരം കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ പ്രവാസി ഫെഡറേഷന്റെ കൺവീനർ ഷിഹാബ് KK പരാതി നൽകിയിരുന്നു. പക്ഷെ ആ പരാതിയിൽ പോലും കളമശ്ശേരി പോലീസ് കേസെടുത്തിരുന്നില്ല. ജൂൺ 2-നാണ് പരാതി നൽകിയത്. ജൂൺ 2-ന് നൽകിയ പരാതിയിൽ കേസെടുക്കാതെ പോലീസ് വലിച്ചു നീട്ടി കൊണ്ടുപോവുകയായിരുന്നുവെന്ന് ആരോപണം ഉയർന്നു. അതിനുശേഷം ഷിഹാബ് മുതിർന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാനിരിക്കെയാണ് ഇന്നിപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് ഷിഹാബിനെ മൊഴിയെടുക്കാനായി വിളിച്ചിട്ടുണ്ട്. ഈ മൊഴി എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ കേട്ട ശേഷം ഇതിൽ കേസെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ പരാതി നൽകിയാൽ പോലും പോലീസ് കേസെടുക്കാത്ത ഒരു സാഹചര്യവും നിലവിലുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ പാസ്റ്റർമാർ സംഘടിപ്പിച്ച ഈ ചടങ്ങ് സംബന്ധിച്ചുള്ള പരാതിയും ഉയർന്നിരിക്കുന്നത്. എന്തായാലും ഉദയംപേരൂർ പോലീസ് പ്രഥമദൃഷ്ട്യാ കേസെടുത്തിട്ടുണ്ട്. ഇതിൽ ഭാരതീയ ന്യായ സമിതി, അതായത് പ്രഥമദൃഷ്ട്യാ പോലീസിന് ബോധ്യമായി പാടില്ലാത്തതാണ് സംഭവിച്ചതെന്ന്. അതെ, അങ്ങനെ തന്നെയാണ്. കാരണം അവിടെ നിന്നും പാകിസ്ഥാനെ അടക്കം പതാകയൊക്കെ പിടിച്ചെടുത്തിരുന്നു.
അത് തന്നെ തെളിവായി സ്വീകരിച്ചുകൊണ്ട് ഉദയംപേരൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. BNS ആക്ട് 196 1A വകുപ്പ് പ്രകാരം കലാപാഹ്വാനത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൃത്യമായി തന്നെ FIRൽ പറയുന്നുണ്ട് പാകിസ്ഥാന്റെ പതാക പൊതുസ്ഥലത്ത് പ്രദർശിപ്പിച്ച് ആരാധിച്ചു എന്ന കാര്യം FIRൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും BJPയുടെ പരാതിയിലാണ് ഉദയംപേരൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകനും പാസ്റ്ററുമായ ദീപു ജേക്കബിനെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്.